ബീഫിൻ്റെ പോട്ടിയുണ്ട്, ബീഫ് കറിയുണ്ട്, ബീഫിൻ്റെ എല്ലേറിയുണ്ട്. ബീഫിൻ്റെ എല്ലേറിയാണ് ഇവിടെ ഫേമസ്. ഒറട്ടിയും ബീഫിൻ്റെ എല്ലേറിയും കഴിക്കാൻ വേണ്ടി പല സ്ഥലത്തു നിന്ന് എല്ലാവരും വരുന്നുണ്ട്. 10 വർഷത്തോളമായി ഒരു നാടിന് മുഴുവൻ നല്ല ടേസ്റ്റി ഫുഡ് കൊടുക്കുന്ന ഒരു കട നമുക്ക് പരിചയപ്പെട്ടാലോ? ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നല്ല ഫുഡ് എവിടെ കൊടുത്താലും 10 പേരറിയുന്നത് നല്ലതാണ്. അതുപോലെ ഇന്നും നമ്മളൊരു കടയിലെത്തിയിട്ടുണ്ട്. വളരെ ടേസ്റ്റായിട്ടുള്ള ഫുഡ് കൊടുക്കുന്ന ഒരു കടയാണിത്. അവൾ നേരത്തെ ആ ഇത്ത പറഞ്ഞ കണക്ക് ഇവിടുത്തെ ഒറട്ടിയും എല്ലുകറിയും കഴിക്കാൻ അങ്ങ് ദൂരെ നിന്ന് വരെ ആളുകൾ വരാറുണ്ട്. മലബാറുകാർക്ക് പത്തിരി പോലെ വളരെയധികം ഫേമസാണ് നമ്മളെ തിരുവനന്തപുരംകാർക്ക് ഒറട്ടി. അതിൽ കുറച്ച് ബീഫും കൂടെ ആയ അടിപൊളിയായിരിക്കും. ഇപ്പോൾ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒന്നും ഈ കടയിലില്ല, പക്ഷേ ഉള്ള ഫുഡ് വളരെ ടേസ്റ്റി ആയിട്ടാണ് ഇവിടെ കൊടുക്കുന്നതിന്. നമ്മൾ ഈ വഴി യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും സ്ഥിരമായിട്ട് കയറാറുള്ള ഒരു കടയും കൂടിയാണ്. അപ്പോൾ നമ്മളിന്ന് ചെന്നപ്പോൾ തന്നെ ഫുഡെല്ലാം ആയി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ബെറോട്ടയിലും ബീഫിലുമാണ് തുടക്കം കുറിച്ചത്. അപ്പോൾ നല്ല അടിപൊളി ബീഫ് കറിയും നല്ല ബീഫ് ഫ്രൈയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചില കടകളിൽ മാത്രം കണ്ടുവരുന്ന പോട്ടിയും ഇവിടെയുണ്ട്. ഇത് ബീഫ് ഫ്രൈ, ഇത് ചിക്കൻ കറി, ഇത് ബീഫിൻ്റെ എല്ലേറി, ഇനി ചിക്കൻ ഫ്രൈ ഉണ്ട്, ബീഫ് കറിയുണ്ട്. ഇത് മാത്രമല്ല, ഉച്ചയ്ക്ക് നല്ല ബിരിയാണി കിട്ടും. അതായത് നമ്മളെ ചിക്കൻ ബിരിയാണി, നല്ല ബീഫ് ബിരിയാണിയാണ് ഇവിടുത്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഒറട്ടിയും എല്ലുകറിയും കഴിക്കാനാണ് വന്നത്. പക്ഷേ നമ്മൾ എത്തിയപ്പോൾ വളരെ നേരത്തെ ആയിപ്പോയി. അതുകൊണ്ട് തന്നെ എല്ലാ ഫുഡും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ആയി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാനുള്ളത് കൊണ്ടും നമ്മൾ നിൽക്കാത്തത് കൊണ്ടുമാണ് നമ്മൾ ബെറോട്ടയും ബീഫിലോട്ട് പോയത്. എല്ലാ ഐറ്റംസും റെഡിയായി വരാൻ ഒരു 4 മണിയൊക്കെ ആവും. നമ്മൾ എന്തായാലും നമ്മൾ ഒരുപാട് വട്ടം ഇവിടെ നിന്ന് കഴിച്ച് ട്രൈ ചെയ്തിട്ടുള്ള ഐറ്റംസാണ് ഒറട്ടിയും എല്ലുകറിയും പോട്ടിയും. എല്ലാം ഒന്നിനൊന്നിന് മെച്ചമാണ്. എന്തായാലും നിങ്ങളും ഇവിടെ നിന്ന് ഫുഡ് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരം കല്ലറ പാങ്ങോടാണ്. അപ്പോൾ നമ്മളെ കടയുടെ പേര് പറയുന്നത് മുഹബത്ത് റെസ്റ്റോറൻറ്റ് എന്നാണ്.